മലപ്പുറം മഞ്ചേരി കാട്ടുങ്ങലിൽ ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാമതൊരാൾ കസ്റ്റഡിയിലാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്വർണമാണ് ജീവനക്കാരനായ ഡിവേഷ് സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറികളിലേക്ക് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമായ നിഖില ബാങ്കിൾസിലെ ജീവനക്കാരനായിരുന്നു കേസിലെ മുഖ്യപ്രതി സിവേഷ്. മുൻപ് പല കേസിലും പ്രതിയായ സിവേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. മഞ്ചേരി ഭാഗത്തെ കടകളിൽ മോഡലുകൾ കാണിച്ചു കൊടുത്ത് വിൽപ്പന നടത്തി ബാക്കിയുള്ള 117 പവനോളം സ്വർണ്ണാഭരണങ്ങളുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തുള്ള കടയിലേക്ക് തിരികെ വരുന്ന സമയത്തായിരുന്നു സ്വർണം കവർന്നത്. സിവേഷിന്റെ തന്നെ ആസൂത്രണത്തിൽ ആയിരുന്നു ഈ ശ്രമമെന്ന് പോലീസ് പറയുന്നു. കാട്ടുങ്ങലിൽ എത്തി ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് സ്കൂട്ടർ നിർത്തി അവിടേക്ക് എത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു യുവാവിന്റെ ഇടപെടലാണ് പ്രതികളെ പിടികൂടാൻ നിർണായകമായതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ വാഹനം പിന്തുടർന്ന് ഇയാൾ നമ്പർ പ്ലേറ്റ് അടക്കം ഫോട്ടോയെടുത്ത് പോലീസിന് കൈമാറി. തുടർന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതികളെ കണ്ടെത്തി. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും ആ ഒരു സാഹചര്യം വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുതുറയുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. സിവേഷിനും സഹോദരനും ബെൻസുവിനുമൊപ്പം കവർച്ചയിൽ പങ്കെടുത്ത മൂന്നാമതൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനം, മലപ്പുറം.